വയനാട് ഉരുൾപൊട്ടലിൽ കുടുംബത്തെ നഷ്ടപ്പെട്ട ശ്രുതി സർക്കാർ ജോലിയിൽ പ്രവേശിച്ചു. റവന്യൂ വകുപ്പിൽ തപാൽ വിഭാഗത്തിൽ ക്ലർക്കായാണ് നിയമനം. രാവിലെ ബന്ധുക്കൾക്കും പൊതുപ്രവർത്തകർക്കും ഒപ്പമാണ് കളക്ടറേറ്റിൽ എത്തിയത്. കൂടെ നിന്ന എല്ലാവർക്കും നന്ദിയെന്ന് ശ്രുതി പ്രതികരിച്ചു. രാവിലെ 11:30യോടെയാണ് ശ്രുതി CPI ജില്ലാ സെക്രട്ടറി EJ ബാബുവിനും ബന്ധുക്കൾക്കുമൊപ്പം കളക്ടറേറ്റിലെത്തിയത്. തുടർന്ന് ADM T ദേവകിക്ക് മുൻപിൽ ഒപ്പിട്ട് ജോലിയിൽ പ്രവേശിച്ചു. റവന്യൂ വകുപ്പിൽ തപാൽ വിഭാഗത്തിൽ ക്ലർക്കായാണ് ചുമതലയേറ്റത്. ജോലി ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്നും കൂടെ നിന്ന എല്ലാവർക്കും നന്ദിയെന്നും ശ്രുതി പറഞ്ഞു. സന്തോഷം തന്നെ. അതിനിപ്പോൾ എടുത്തു പറയേണ്ട എന്താണെന്നറിയില്ല. കൂടെ അവരില്ല, കാണുന്നില്ലല്ലോ, അതിൻ്റെ ഒരു സങ്കടമുണ്ട്. പക്ഷെ എൻ്റെ ജീവിതം സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കും. ആരെന്ത് പറഞ്ഞാലും ഞാനിങ്ങനെ ആയിരിക്കും. റവന്യൂ മന്ത്രി K രാജൻ ശ്രുതിയെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു. മുൻ MLA CK ശശീന്ദ്രൻ, CPIM കൽപ്പറ്റ ഏരിയ സെക്രട്ടറി K ഹാരിസ് തുടങ്ങിയവരും ശ്രുതിയോടൊപ്പം കളക്ടറേറ്റിൽ എത്തിയിരുന്നു. ശ്രുതിയുടെ ആരോഗ്യനില കൂടി പരിഗണിച്ചാണ് തപാൽ സെക്ഷനിൽ നിയമനം നൽകിയിട്ടുള്ളതെന്നും ADM വിശദീകരിച്ചു. ഗവൺമെന്റിൽ നിന്ന് വരുന്ന എല്ലാ തപാലുകളും അല്ലെങ്കിൽ ജനങ്ങളുടെ പരാതികൾ വരുന്ന എല്ലാ പരാതികളും വരുന്ന സെക്ഷനാണ് തപാൽ സെക്ഷൻ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള പരാതികളാണെന്ന് മനസ്സിലാക്കുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ പരാതി കൈമാറ്റം ചെയ്തിട്ട് അവിടുന്ന് തിരിച്ച് അവർ നടത്തുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം നമ്മൾ കക്ഷികൾക്ക് മറുപടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സെക്ഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അത് എത്രയും വേഗം ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചിട്ട് അതിനുള്ള പരിഹാരം കാണാനും കഴിയുന്ന ഒരു സെക്ഷനാണ്. വാഹനാപകടത്തിൽ കാലിനേറ്റ പരിക്ക് പൂർണ്ണമായി ഭേദമായില്ലെങ്കിലും ശ്രുതി ഇന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു. ദുരന്തത്തിന് പിന്നാലെ ശ്രുതിക്ക് സർക്കാർ ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രി K രാജനും പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ മാസമാണ് റവന്യൂ വകുപ്പിൽ നിയമനം നൽകിയുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയത്. നിലവിൽ ബന്ധുക്കളോടൊപ്പം കൽപ്പറ്റയിലെ വാടക വീട്ടിലാണ് ശ്രുതി താമസിക്കുന്നത്. ശ്രുതിയുടെ പുതിയ വീട് നിർമ്മാണത്തിലാണ്. ന്യൂസ് മലയാളം, വയനാട്.